World Cup time, baby. Club FM 94.3. Let's go. കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തൊരു വേൾഡ് കപ്പ് സോങ് എന്നുള്ളൊരു ഐഡിയ വെച്ചാണ് എഴുതി തുടങ്ങിയത്. പിന്നെ ഇതിപ്പോ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഫിഫയിൽ എത്തണമെന്നാണ് ആഗ്രഹം. Go, come on now, fight for your flag, shot, find it now. Get up now, show me what you got. Everybody never know who will get to the top like oh. ഒരു ബാങ്കർ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചുമ്മാ എഴുതിയതാണ്. ഹോപ്പ്ഫുള്ളി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതിയില്ല? I don't know man. എഴുതി വന്നപ്പോ ഇംഗ്ലീഷ് തന്നെയാണ് അതിനൊരു ചേർച്ച. ഫസ്റ്റ് കട്ടിൽ മലയാളവും പരിപാടിയെല്ലാം ഉണ്ടാവും. ഭയങ്കര സ്പീഡ് റാപ്പും ഇൻസ്പിറേഷൻ ആയിട്ട് കണ്ടേക്കണ ആരൊക്കെ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഐ ലിസൺ ടു എ ലോട്ട് ഓഫ് മ്യൂസിക്. അങ്ങനെ ലിങ്കിൻ പാർക്ക് ഉണ്ടായിരുന്നു, മൈക്കിൾ ജാക്സൺ. അതിന് 3ാം ക്ലാസ്സിലൊക്കെ വെച്ച് എന്തോ പണ്ട് ബ്ലൂടൂത്ത് എറയിലൊക്കെ വെച്ച് എമിനത്തിന്റെ കില്യു എന്നുള്ള പരിപാടി പാട്ടൊക്കെ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അത് കൊള്ളാൻ തുടങ്ങി. Messi, Neymar, Cristiano, next generation take the flow. Yamal and Mbappe set the flow like Club FM 94.3. From the land of the frozen sun, I'm the chosen one. So ton കണക്കിന് fun. ഫിഫയുടെ ഒരു ആന്തം എല്ലായിടത്തും കത്തിക്കുമ്പോ നമുക്ക് നമ്മുടെ ഒരു സ്വന്തം ആന്തം അതും ഇംഗ്ലീഷിൽ ഇറക്കിയേക്കണ്. AJ Megamind, welcome to Club FM. Yeah, Club FM. Okay man, എന്താ മൂഡ്? അടിപൊളിയാണ് man, can't stop the feeling, World Cup mood. അപ്പോൾ ഈ പാട്ട് അതേപോലെ തന്നെ can't stop this feeling, നമുക്ക് അതിലേക്ക് വരാൻ മുമ്പ് തന്നെ AJ Megamind, ഈ Megamind എന്നുള്ള പേര്? അത് മെഗാമൈൻഡ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, കണ്ടിരിക്കുന്നവർക്ക് അറിയാം. ഒരു കാർട്ടൂൺ മൂവിയാണ്, ആനിമേഷൻ മൂവി. അപ്പോൾ അതിലിട്ടാണ് കൊണ്ടാടിപ്പോ തലയിലായി. അത് ചുമ്മാ AJ എന്നാണ് പേര് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും പേരെന്താണ്? ഇപ്പോൾ എൻ്റെ പേര് എവിൻ ജോസഫ്. ഓക്കെ, അത് ഷോർട്ടാക്കിയിട്ട്. ഇപ്പോൾ പുതിയ പാട്ട് അതൊരു ബാങ്കർ തന്നെയാണ്. ശരിക്കും ഇത് എങ്ങനെയാണ് ആ ഫീലിംഗ് എങ്ങനെയാണ് കിട്ടിയത്? കാൻറ്റ് സ്റ്റോപ്പ് ദിസ് ഫീലിംഗ് കൊണ്ടുവരാനുള്ള. കാൻറ്റ് സ്റ്റോപ്പ് ദിസ് ഫീലിംഗ് മാൻ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൺട്രി പോലെ തന്നെയാണ്. ഇവിടെ പുറത്തൊക്കെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തൊരു വേൾഡ് കപ്പ് സോങ് എന്നുള്ളൊരു ഐഡിയ വെച്ചാണ് എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇത് ലൈക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു എത്തിയത്. പിന്നെ ഇതിപ്പോൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഇത് ഫിഫയിൽ എത്തണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. അനാമിക ഷീസ് എ ഗ്രേറ്റ്. കവറൊക്കെ ചെയ്യണം. ഇപ്പോൾ കണ്ടിട്ട് മനസ്സിലാവും, ഓൾറെഡി കവറൊക്കെ ചെയ്ത് ഭയങ്കര വൈറലാണ്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ റാൻഡം ഒരു മെസ്സേജ് അയച്ചു, നമുക്കൊരു വേൾഡ് കപ്പിൻ്റെ സോങ് ചെയ്താലോ എന്ന് എനിക്ക് അനാമിക ഇങ്ങോട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ലൈക്ക് കറൻ്റ്ലി അത്ര ഇതുണ്ട്. കാരണം ഓൾറെഡി ലിറ്ററലി 2 ആഴ്ച മുമ്പാണ് ഈ സോങ് എഴുതി കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്തെല്ലാം കഴിഞ്ഞത്. അതെ, അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് VY, ഷൗട്ട് ഔട്ട് VY, കാരണം അവനാണ് ലൈക്ക് ഞാൻ ഐഡിയ അവൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ബീറ്റ് പ്രൊഡ്യൂസറാണ്, എല്ലാം ചെയ്യണം അവനാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ലിറ്ററലി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു അറേഞ്ച് ചെയ്തിട്ടൊരു സാധനം വെച്ചപ്പോൾ ഞങ്ങൾ ലൈക്ക് ഓക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ മൈൻഡ് ബ്ലോണായിട്ട് ഓക്കെ ഇതിൻ്റെ സ്കോപ്പ് ഇത്തിരി വലുതാണല്ലോ എന്നുള്ള സാധനം. ഒരു ആന്തം പോലെ ഞാൻ ജസ്റ്റ് ഒരു സോങ് കൈൻഡ് ഓഫ് ആയിരുന്നു. എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഓക്കെ ഇത് സംഭവം ആക്ച്വലി കൊള്ളാമെന്നുകൊണ്ട് ഞാനൊരു പെട്ടെന്നൊരു 10 മണിക്കൂറിനുള്ളിൽ തന്നെ ഫടാഫട്ട ഒരു സാധനം എഴുതി അനാമിയുടെ പിന്നെ കംപ്ലീറ്റ് ആ ഒരു വേഴ്സ് എഴുതിയിട്ട് സെൻഡ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സാധനം നേരെ പിറ്റേ ദിവസം തന്നെ റെക്കോർഡും ചെയ്ത് അവരെ ചെയ്ത് പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് ഇനി ഇറക്കണമെന്ന് തന്നെ. പക്ഷേ ഇനി ഇറക്കണോ സമയം ഓൾറെഡി വൈകിന്നായിരുന്നു. ഫ്രണ്ട്സൊക്കെ എല്ലാം പറഞ്ഞപ്പോൾ ഓക്കെ വൈ നോട്ട് ടേക്ക് ഷോട്ട് ആ സാധനം എടുത്ത് ഇറക്കി ഒരു ബാങ്കർ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചുമ്മാ എഴുതിയതാണ്. ഹോപ്പ്ഫുള്ളി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര ബാങ്കർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, നമുക്ക് അതാണ് മെയിൻ മോട്ടീവ്. ഇതാണ് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തൊരു വേൾഡ് കപ്പ് ട്രാക്ക്. എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതിയില്ല? ഞാൻ ആദ്യം ലൈക്ക് ഇതൊരു 10 മിനിറ്റ് ഒരു സെഷനിൽ ഞാൻ ആദ്യം എഴുതിയത് മലയാളം അങ്ങനെ എഴുതി. ലൈക്ക് ഇത് ഞാൻ പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ ഫുൾ എഴുതി, കൺട്രി ഫുൾ എഴുതി. അപ്പോൾ ലൈക്ക് ഭയങ്കര ലൈക്ക് ലെങ്ത്തും കൂടി പോവും. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക I don't know man. എഴുതി വന്നപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് അതിനൊരു ചേർച്ച. ഫസ്റ്റ് കട്ടിൽ മലയാളവും പരിപാടിയെല്ലാം ഉണ്ടാവും. ഭയങ്കര സ്പീഡ് റാപ്പും കൊണ്ട് പിന്നെ ഉള്ള ചോപ്പർ പരിപാടി. പക്ഷേ അല്ല, ഇതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ 2 മിനിറ്റ് ഉള്ളപ്പോൾ കറക്റ്റ് പ്ലേ ബാക്കും കേട്ടപ്പോൾ എനിക്ക് ഞാൻ കുറേ ഇരുന്ന് പാടിയത് റയറായിരുന്നു. ലൈക്ക് ഞാൻ ക്രിയേഷൻ ടൈം തന്നെ ഒരു മുറിക്കുള്ളിൽ നിന്നിട്ട് ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയത്. ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടു നോക്കി? ഞാൻ സത്യം പറഞ്ഞാൽ ലൈക്ക് റീൽ 2 ദിവസം കേൾക്കണ പാട്ട് കേൾക്കാറില്ല. എനിക്ക് ലൈക്ക് ഒരു പേടി പോലെ, ലൈക്ക് എന്തോ ഒരു പെർഫെക്ഷൻ്റെ ഒരു കുറവ് തോന്നുന്നു എപ്പോഴും. എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അത് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാറുന്നു. ഇത് ലൈക്ക് ആ ചാൻഡും പരിപാടി എല്ലാം പുൾ ഓഫ് ചെയ്തൊക്കെ ആരും ഉണ്ടായില്ല. അപ്പുറത്ത് നിന്ന് 2 ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരെ കൊണ്ടൊക്കെ എന്നൊക്കെ ഒച്ചയൊക്കെ എടുത്ത് പാടി എടുത്ത പരിപാടിയാണ്. അപ്പോൾ അത് ലൈക്ക് തിരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു എന്തോ ഒരു നെർവസ്നെസ്, ആങ്സൈറ്റിയാണ് തിരിച്ച് കേൾക്കാനത്. ഇത് ആക്ച്വലി വൈറലാവാൻ കാരണം വരുന്നില്ല, ആ റീലാണ്. പ്ലേയേഴ്സിനെ വെച്ചിട്ട് ആ റീൽ ഇങ്ങനെ ബ്രോ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫുൾ വീഡിയോ വന്നിട്ടില്ലല്ലോ? ഇല്ല, ഫുൾ വീഡിയോ വന്നിട്ടില്ല. കറൻറ്റ്ലി അതൊരു കോമഡിയാണ്. കാരണം നമ്മൾ ഈ
സോങ് റെക്കോർഡ് ചെയ്ത് ഡെമോ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കി ഇത് ബിഗ് ചെറിയ സ്കോപ്പല്ല, ഒരു ആക്ച്വലി ബിഗ് സ്കോപ്പിൽ പരിപാടി പിടിക്കാന്നുള്ള ഉണ്ടായത്. അപ്പോൾ കുറേ പേരെടുത്ത് പോയായിരുന്നു, ഒന്നും നടപടിയായില്ല. ഒരുപാട് ലൈക്ക് ബിഗ് ലേബിൾസ് എല്ലാ പരിപാടിയൊക്കെ ചെയ്യാന്നുണ്ട്. ഞാൻ പറഞ്ഞത് ടൈം ഒരു വിൻഡോ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഡീല് വേണ്ടി ഈ ഒരു സോങ് ഒന്ന് സീനാക്കണം എന്നുള്ള സാധനം പറഞ്ഞിട്ട് നടപടിയായില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഷൗട്ട് ഔട്ട് ആലൻ എൻ്റെ ലൈഫ് സേവറാണ്. ലിറ്ററലി എടുത്തിട്ട് ഞാൻ പറഞ്ഞടാ ഒരു ചെറിയ ഫിഫ കട്ടും പരിപാടി, ഞാൻ പിന്നെ ചുമ്മാ ഒരു വീഡിയോ ഇപ്പോൾ തരാം, അവളെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കുക, ജസ്റ്റ് ഒരു പരിപാടി ഫിഫ ചുമ്മാ കട്ടൊക്കെ ഇട്ടിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. പലൻ സന്തോഷം എൻ്റെ എഡിറ്റർ അവനാണ്, എൻ്റെ ലിറ്ററലി ലൈഫ് സാർ എപ്പോഴും എൻ്റെ എഡിറ്റർ അവനാണ്. അപ്പം അങ്ങനെ സാധനം ചെറിയൊരു വീഡിയോ പിടിച്ച് പിന്നെ ആൾക്കാരെങ്ങനെയൊക്കെയോ കുഴപ്പമില്ലാണ്ടത് ഏറ്റെടുത്ത് അത് കത്തി. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഐ എം സോ ഹാപ്പി ടു ഷെയർ ദിസ് ആൻഡ് ഒരു വീഡിയോ ലോക്ക്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു പ്രൊഡക്ഷൻ നമ്മുടെ ടീം റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ദേ ആർ ലൈക്ക് ഞാൻ പറഞ്ഞത് ഇത് ടോക്സാന്ന് പറഞ്ഞോട്ടെ എന്നാണ്, ഇല്ല ലോക്ക്ഡ് ഇൻ ആണെന്ന് പറഞ്ഞൊരു സാധനം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഓൾ ഗോഡ് മാൻ. സൂപ്പർ. അതെ. ഓക്കെ ബ്രോ ഏത് ടീമിന്റെ ഫാനാണ്? മാൻ വാമോ വാമോ അർജന്റീന മാൻ. അപ്പോൾ ഫുൾ ആക്ച്വലി ഇത് എഴുതുമ്പോൾ പ്ലേയേഴ്സിനായാലും മനസ്സിൽ അങ്ങനെ ഒന്നും നോക്കില്ല, ജസ്റ്റ് ഇങ്ങനെ വരുന്ന വരികൾ അപ്പം തന്നെ എഴുതി പോയി. അങ്ങനെ ഞാൻ റാപ്പ് തുടങ്ങിയത് ഇങ്ങനെ ഫ്രീ സ്റ്റൈലും പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബീറ്റ് കേൾക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ സ്റ്റൈൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ വിച്ച് ലൈക്ക് മാജിക് മാൻ. അറിയില്ല, നമുക്ക് മനസ്സിലാവത്തോണ്ട് പറയണേ മാജിക് എന്നെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ഒരു പെട്ടെന്ന് ഒരു ഗോഡ് സെൻഡ് മി എ മെലഡി ആൻഡ് ഐ ഡൗൺലോഡ് ആൻഡ് അത് ഓപ്പൺ ചെയ്ത് നല്ലതെന്ന് ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യും. നൈസ്. ഇറ്റ് വർക്ക്സ് അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലാണ്. ലൈക്ക് ഇപ്പോൾ റാപ്പിങ്ങിലേക്ക് എങ്ങനെയാണ് ഇറങ്ങിയത്, അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ മ്യൂസിക്കിലേക്ക് എങ്ങനെ ഇറങ്ങി? അത് എന്താ പറയുക, ഒരു കൂട്ടുകാരോടൊപ്പം ഇരുന്നിട്ട് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇപ്പോൾ ഈ കൂട്ടുകാരോടൊപ്പം പാട്ട് നല്ലോണം പണ്ടോട്ട് ഇങ്ങനെ ലൈക്ക് എല്ലാം ഡിഗ് ചെയ്തോണ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അതിന് 3ാം ക്ലാസ്സിലൊക്കെ വെച്ച് എന്തോ പണ്ട് ബ്ലൂടൂത്ത് എറയിലൊക്കെ വെച്ച് എമിനത്തിൻ്റെ കില്യു എന്നുള്ള പരിപാടി പാട്ടൊക്കെ തന്നെ When I was just a little baby boy, my mama used to tell me these crazy things. അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അതെന്താ കൊള്ളാമെന്നാണ് ബാക്ക് ആൻഡ് ഫോർത്ത് റീഡ് ചെയ്ത്. പിന്നെ ലിങ്കിൻ പാർക്കിൻ്റെ ഇന്ത്യൻ്റെ ഒക്കെ ലൈക്ക് ഇതെന്താ ഫുള്ള് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എല്ലാം ഇങ്ങനെ പഠിച്ച് അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലുണ്ടായി. പിന്നെ എപ്പോഴൊക്കെ കൂട്ടുകാരുടെ ഡെയിലി പരിപാടിയൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കൊണവറിഞ്ഞ് തുടങ്ങിയത്. പിന്നെ എപ്പോഴൊക്കെയോ കാര്യം ഇത് കേട്ടപ്പോൾ കൊള്ളാലോ, ഒരു തരക്കേടില്ലല്ല എന്നൊരു സാധനം തോന്നി. റൈം അടിക്കാറുണ്ട് കൂട്ടുകാരുടെ ഡെയിലി? അതാണ് റൈം അടിച്ചത്. എന്താ ഫ്രീ സ്റ്റൈൽ റാപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പിന്നെ അത് ഇപ്പോഴേക്കോ കാര്യമായി. പിന്നെ 2020 ചെയ്ത സോങ്സ് ആണ് ഇപ്പം നോ മൈ നെയിം റിലീസ് ആയതൊക്കെ. ഞാൻ പണ്ട് എഴുതിയ സോങ്സ് ഒക്കെ ഇപ്പം റിലീസാണ്. സോ വേറൊന്നുമില്ല, ആ സോങ്ങിൽ ഒരു വരിയാണ് ലൈക്ക് മൈ മ്യൂസിക് ഈസ് ഫോർ മൈ ഹോമീസ് എന്നും എനിക്ക് ഗ്രേറ്റ് ഒബ്സർവേഷൻ. താങ്ക് യു. അതെനിക്ക് ഇഷ്ടപ്പെട്ടത് പൊളി മാൻ. അതെ, മൈ മ്യൂസിക് ഈസ് ഫോർ മൈ ഹോമീസ് കസ് മാൻ അവരിലാണെങ്കിൽ ഞാൻ ഇവിടെ എത്തൂല. ലൈക്ക് സോ മൈ ഹോമീസ് മാൻ. ലൈക്ക് യാ വണ ഷൗട്ട് ഔട്ട് യാ റിച്ചു കിര ആഷിക്കെ ആഷി മജ ജിവി എവറിബഡി വി മെയ്ഡ് ഇറ്റ്. അമേരിക്കയിലായിരുന്നു അല്ലെങ്കിൽ മനുഷ്യന്റെ വീഡിയോ കണ്ണാടിക്കാട് ചമ്പക്കരമാരോട് പറയണ ആക്സിഡന്റ് ഒന്നും ബ്രോ അവിടുന്ന് US വന്ന പോലെ. അയ്യോ ഇല്ല ഇവിടെ CCP എല്ലാം പഠിച്ചാണ്. അടിപൊളി. അങ്ങനെ അപ്പോൾ കൂട്ടുകാരുടെ നിന്നാണ് പാട്ടിലേക്ക് ഇറങ്ങിയത്. നോ മൈ നെയിം ഈ പാട്ടൊക്കെ ആക്ച്വലി എങ്ങനെയാണ് വന്നത്? മ്യൂസിക്കിലേക്ക് എങ്ങനെ ഇറങ്ങി? പറഞ്ഞ പോലെ മ്യൂസിക്കിലേക്ക് ഇറങ്ങിയെന്ന് ലൈക്ക് സോങ്സ് എപ്പോഴും എനിക്ക് ഇതായിരുന്നു. പിന്നെ റാപ്പ് എനിക്ക് എമിനം പിന്നെ മൈക്കിൾ ജാക്സൺ പണ്ടോട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴും ഇതെൻ്റെ ഒരു ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇങ്ങനെ പാട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം, പാട്ട് പാടാൻ ഒന്നും അറിയില്ലായിരുന്നു. കാരണം ഇടയിൽ തന്നെ കുറച്ച് കിടില സിംഗേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചെയ്യുമ്പോൾ ഇല്ല നീ പോരാ അങ്ങനെ മറ്റേ ആ സാധനമുള്ളതാണ്. കാളരാഗം ടൈപ്പ് ഷിഫ്റ്റ് പോകുമ്പോൾ വേണ്ട നടക്കില്ല പണ്ടൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് അങ്ങനെയൊന്നും പൊതുവെ നാണക്കാരനാണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇത് വന്നത് മനസ്സിലായി. അപ്പോൾ നേരത്തെ എപ്പോഴൊക്കെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞതിലെ എഴുത്ത് പരിപാടി എന്നുണ്ട് ഫ്രീ സ്റ്റൈൽ ചോർന്ന്. പിന്നെ അതെപ്പോഴും കാര്യം. പിന്നെ ഇപ്പം എനിക്ക് മെലഡീസ് ഒക്കെ വരുന്നുണ്ട്. അതാണ് അതുപോലെ കുറേ സോങ്സ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. മെലഡീസ് ഞാൻ ഒരെണ്ണം കേട്ടായിരുന്നു, താനേ എന്ന് പറഞ്ഞ പാട്ട്. ഐ ലവ് ദാറ്റ് സോങ്. ഓക്കെ, ബ്രോ തന്നെയല്ലേ എഴുതിയതും? ഞാൻ തന്നെ എല്ലാം എഴുതും. അയ്യോ ഹാർട്ട് ബ്രോക്കൻ ഇമോജി. അതിൽ സിജോ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് പ്ലാൻ ചെയ്തത്? ഞാൻ ആ സോങ് എഴുതി കഴിഞ്ഞപ്പോൾ നല്ലൊരു പാട്ടാന്ന് എനിക്ക് തോന്നി. അല്ലാത്തപ്പോൾ ഞാൻ പാടാറുണ്ട്. ഇതിപ്പോൾ ഈ നല്ലൊരു പാട്ടാന്ന് തോന്നിയപ്പോൾ എനിക്ക് പാടണ്ട, നല്ലൊരു ഒച്ച കിട്ടാൻ. അപ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്ത 11 ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് ഹോസ്റ്റ് ചെയ്ത് റിച്ചു എന്ന് പറഞ്ഞിട്ട് റിജോയ് വെക്സൻ. അപ്പോൾ വ്യൂസ് ലൈക്ക് ഡൂയിങ് ഇറ്റ്. ആൻഡ് അന്ന് ഒച്ചു എന്ന് പറഞ്ഞ ബാൻഡിലായിരുന്നു. മില്യൻസ്, സിജോ, ടോണി. ഈ സോങ്ങിലും വേൾഡ് കപ്പ് സോങ്ങിലും എൻ്റെ ഒരു കോറസിൻ്റെ ഒരു പാട്ടാണ് അവൻ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ സിജോയുടെ വോയിസ് എനിക്ക് പെട്ടെന്ന് ആപ്റ്റായിട്ട് തോന്നി. പിന്നെ ഒന്ന് ആലോചിച്ചു. അതും VY ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഷൗട്ട് ഔട്ട്, ഈസ് മൈ ലൈക്ക് ബീറ്റ് പ്രൊഡ്യൂസർ VY. ഞാൻ അവനും കൂടി ഇങ്ങനെ അവൻ്റെ കമ്പ്യൂട്ടർ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ബ്രോക്കൺ മൈക്സും മറ്റേ പഴയ ഒരു ഇതും ഇൻ്റർഫേസും വെച്ചിട്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അവന് ഞാൻ പറഞ്ഞ് കാട്ട് കാര്യമായിട്ട് എടുക്കുന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് എടുത്തു. പിന്നെ അയർലൻഡിൽ മ്യൂസിക് എഞ്ചിനീയറിംഗും ലൈക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോയിക്കണേ. അവിടെ നിന്നാണ് ഇപ്പോൾ ബീച്ചൊക്കെ അയച്ചതെന്ന് ചെയ്യണേ പരിപാടി. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മലയാളത്തിലേക്ക് ഫുൾ ഫ്ലെഡ്ജ് ഒരു അല്ലെങ്കിൽ മലയാളം പാട്ടിലേക്ക് ഇപ്പോൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ കൊണ്ടുവരാണോ പ്ലാൻ? അങ്ങനെയൊന്നുമില്ല മാൻ. എനിക്ക് കിടില മലയാളം സോങ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ വലിയ ഇതൊന്നുമില്ല, അറിവൊന്നുമില്ല അതിനെപ്പറ്റി. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ ഫിറ്റ്സ് അത്
അങ്ങനെ കൊണ്ടുപോകണതാണ്. അതെ അതെ, ഞാൻ ഐ ക്വിറ്റ് മൈ ജോബ് ഫോർ ദിസ്, സോ ഇനി വേറെ വഴിയില്ല, ഇനി എല്ലാ ടൈമും ഇറങ്ങണം. അതൊക്കെ എന്ത് ചെയ്യണമായിരുന്നു? അല്ലാണ്ട് ഇപ്പോൾ പാട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഫുള്ളി മ്യൂസിക്കിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതെ, ഫുള്ളി ഇപ്പോൾ മ്യൂസിക്കിലേക്കാണ്. അതെ മാൻ, ഓഫ് കോഴ്സ്. ഓക്കെ, അതിന് മുമ്പ് ജോലി അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു ബ്രോ? ഞാൻ ജോലി ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സിലായിരുന്നു വർക്ക് ചെയ്ത് വെച്ചാൽ. അവിടെ നിന്നിട്ട് അടിപൊളി ജോബൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ജോബ് ആയിരുന്നു, എൻ്റെ ആകെയുള്ള ജോബ് ആയിരുന്നു. ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ എല്ലാവരും അടിപൊളി അന്തരീക്ഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇതെനിക്ക് പറ്റില്ല, കാരണം മനസ്സിൽ ഫുള്ള് പാട്ടാ തന്നെ. വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കണം, എന്താണ് സാധനം വരും. അപ്പോൾ അയത്തോടെ ഒരു പോയിന്റിൽ ഞാൻ ഇത് ഇറങ്ങണം, ശരിയാവില്ല എന്നുള്ള സമയത്ത് ഞാൻ പിന്നെ ഹാപ്പിലി റിസൈൻഡ്. ഇങ്ങനെ വേറെ പ്രഷറൊന്നും ഉണ്ടായില്ല, വേറെ കൂളായിരുന്നു, അങ്ങനെ ഇറങ്ങി. അപ്പോൾ ബ്രോന് ഇഷ്ടമുള്ളൊരു വരി ഏതാണ് ഈ പാട്ടിൽ? അതായത് കാൺട്ട് സ്റ്റോപ്പ് ദിസ് ഫീലിംഗിൽ ബ്രോന് ഇഷ്ടമുള്ളൊരു വരി ഏതാണ്? എനിക്ക് ഇതിൽ ഇഷ്ടമുള്ള വരീനേക്കാൾ ഉപരി എനിക്കിതിലെ സോളാണ് ഇഷ്ടപ്പെടുക. ഒരു ഓ എന്നുള്ള സാധനം ഉണ്ട്. അതിലെനിക്ക് ഒരുപാട് വിഷ്വൽസ് ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഐ ഹോപ്പ് വി ഷൂട്ട് എ ഗ്രേറ്റ് വീഡിയോ ഇതിൽ. അപ്പോൾ അതിൽ കുറച്ച് വിഷ്വൽസും പരിപാടിയൊക്കെയാണ്. പിന്നെ അനാമികയുടെ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതിൽ എഴുതിയപ്പോൾ ഞാൻ മറ്റെന്താണ് ഹൗ ബാഡ് ഡു യു വോണ്ട് ദാറ്റ് എന്നുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, മൊത്തം ലൈഫ് അങ്ങനെയാണ്. ഹൗ ബാഡ് ഡു യു വോണ്ട് ദാറ്റ്, അതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. നൈസ്. അപ്പോൾ രണ്ടുപേരും പാടാൻ പറ്റുമോ? Yeah, World Cup time, baby. Club FM 94.3. Let's go. Yeah, I heard that. Wanna make my move, you can stand back. Got a word in my hands, gotta pay back. I don't got to lose, you got to choose. How bad do you want that? Club FM 94.3. From the land of the frozen sun, I'm the chosen one. So ton kanakin fun. Ole, 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 ole. Go, come on now, fight for your flag, shine fun it now. Get up now, show me what you got. Everybody never know who will get to the top. Like, oh, it's time to blow. Messi, Neymar, Cristiano, next generation take the flow. Yamal and Mbappe set the flow. Like, oh. World Cup time, start today. Club FM, turn connecting fun. അതുപോലെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നോ മൈ നെയിം എന്ന പാട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ആ പാട്ടിന്റെ റെഫറൻസ് ബ്രോ എവിടെ നിന്ന് എടുത്താ? ഞാൻ അതിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്കേറി മൂവി എന്ന് പറഞ്ഞാൽ എമിനത്തിൻ്റെ ഒരു ബീറ്റ് ഉണ്ട്. അതായത് സ്കേറി മൂവി കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിൽ ലാസ്റ്റത്തെ ഒരു എൻ ക്രെഡിറ്റ്സിലെ പാട്ടാണ് എമിനത്തും റോയ്സ് ഡി ഫൈനാൻ്റെയും ഒരു പാട്ടാണ്, ബാഡ് മീറ്റ്സ് യു, ലൈക്ക് സ്കേറി മൂവി എന്ന് പറഞ്ഞിട്ടൊരു ബീറ്റ്. അപ്പോൾ അതിൻ്റെ ബീറ്റ് കേട്ടിട്ട് എനിക്ക് സന്തോഷം, ഭയങ്കര ഞാൻ ലൂപ്പാർന്നത് കേട്ടിട്ട്. അപ്പോൾ പണ്ടെന്തോ ഇത് പാട്ടാണ്. അപ്പോൾ കൂട്ടുകാർക്കിടയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ആ പാട്ട് പാടാം. അപ്പോൾ എന്തിന് ഈ സാധനം എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ പാടി പിന്നെ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന്മാർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവന്മാർ റിക്വസ്റ്റ് ആയിട്ട് എല്ലാം പാടണേ. അപ്പോൾ ഇത് അവന്മാരുടെ പേഴ്സണൽ ഫേവറേറ്റ് സാധനം പോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ചെറിയ പിന്നെ ഇറക്കണമെന്ന സമയത്തിൽ എനിക്കൊരു ചെറിയ പരിപാടിയും കണ്ടൻറ്റൊക്കെ ചെറുതായിട്ടൊന്ന് എന്താണെന്ന് ക്രാക്ക് ചെയ്യണ പരിപാടി പഠിച്ചപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ഇത് അങ്ങനെയാണ് ആൾക്കാരൊന്ന് എത്തി തുടങ്ങിയത്. ഇപ്പോൾ ഈ പാട്ട് ഇട്ടിട്ട് നമ്മുടെ കാൺട്ട് സ്റ്റോപ്പ് ദിസ് ഫീലിംഗ് ഇട്ടിട്ട് ഏറ്റവും മെസ്സേജ് തരാൻ കൂട്ടുകാരെ തന്നെ വേണം. ഇങ്ങനെ ലൈക്ക് കുറേ പേര് എല്ലാവരും ലൈക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാം, എനിക്കിങ്ങനെ എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ആഗ്രഹം മനസ്സിലാക്കി എല്ലാവരും മറ്റേ ഇങ്ങനെ ടാഗൊക്കെ ചെയ്യാൻ തുടങ്ങി. 433 എന്നൊക്കെ പറഞ്ഞൊരു ഫുട്ബോൾ പേജും പിന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ പേജൊക്കെ ടാഗ് ചെയ്തിട്ട് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് അവർക്ക് തോന്നുന്നുള്ള എത്തുന്നത്. പക്ഷെ അത് ഐ ഡോണ്ട് നോ മാൻ, ലൈക്ക് ഷോട്ട് എടുത്ത് നോക്കണേന്ന് അറിയില്ല ചിലപ്പോൾ ഓരോന്ന്. അല്ലാണ്ട് ഇപ്പോൾ പാട്ടൊക്കെ ഇറക്കണതിന് മുമ്പ് ഓപ്പൺ മൈക്സ് അങ്ങനത്തെ പരിപാടിക്ക് പോകാറുണ്ടായിരുന്നു? മാൻ ആക്ച്വലി സുഫേൽ ഈസ് ആക്ച്വലി മൈ മാനേജർ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ സുഫേൽ ഞങ്ങളെ കൂടി ആദ്യം ഒരു ബാറിൽ ഓജി ഷിക്കാഗോ, പിന്നെ സെംബ്രൂസ്, പിന്നെ എലീസിയം, ലൈക്ക് കുറേ ബാറുകൾ ഇങ്ങനെ ലൈക്ക് ആദ്യം തുടങ്ങുന്നത് ഓജി ഷിക്കാഗോയിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ടെക്നോ റാപ്പ് പരിപാടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇത്രയും പോലും ഇങ്ങനെ ഇപ്പോഴും ഒരു നാണം ഉണ്ടെന്ന് അറിയാലോ. പക്ഷേ ഒത്തിരി വലിഞ്ഞ് പാട്ടപാടി ഞാൻ മാറിക്കും, എനിക്ക് പറ്റില്ല. അപ്പോൾ സുഫേലാണ് ഒരു ഐഡിയ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, ടെക്നോ റാപ്പ് എന്നൊരു ഐഡിയ. ടെക്നോ ബാറിലൊക്കെ പുതിയ ക്ലബ്ബിൽ പോലും ടെക്നോസ് ആണല്ലോ വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ആൾക്കാരുണ്ട് ഐ ഡൗൺ ചെയ്യുമ്പോൾ ലൈക്ക് ഞാൻ എൻ്റർ ചെയ്തിട്ട് എൻ്റെ ഹൈപ്പറും പരിപാടി, ഞാൻ ഇത്ര റാപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഹൈപ്പറാണ്. അപ്പോൾ ആദ്യം ആ പരിപാടി ഇപ്പോൾ ആൾക്കാരെ ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ ബാക്ക് ടു സ്വിച്ച് ട്രാൻസിഷൻ ചെയ്തിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഭയങ്കര തരംഗമായിരുന്നു. ആ ഇടക്ക് ഒരു ചിക്കാഗോയിൽ ആക്ച്വലി ഇത്രയും 120 സ്പേസ് എന്തോ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഞങ്ങളവിടെ വന്നിട്ട് അവിടുത്തെ ഫസ്റ്റ് കൗണ്ടർ സെയിലും ഹയസ്റ്റും പിന്നെ അതുപോലെ തന്നെ 400 രൂപ പരിപാടിക്ക് ഉണ്ടായത് ഒരു ചെറിയൊരു ഓളം ഉണ്ടാക്കിയതായിരുന്നു. അപ്പം അങ്ങനെയാണ് തുടങ്ങിയത് ലൈവ് പരിപാടി. ആസ് എ റാപ്പർ ഞാൻ ചോദിക്കണേ, ഗല്ലി ബോയ് എന്നൊരു സിനിമയുണ്ട്. അതെ, ഗല്ലി ബോയ് സിനിമ റിലേറ്റബിൾ ആയിരുന്നു ബ്രോന്? Even though I was living in the hood, I was always living in my head എന്നുള്ള സീനായിരുന്നു. അല്ല തോന്നിയത് ഇപ്പൊ പറഞ്ഞതാ, ലൈക്ക് റിയാലിറ്റി പറഞ്ഞ മാൻ, അങ്ങനത്തെ ഒരു സാധനം. മനസ്സിലായി. ശരിക്കും ആ പടം റിലേറ്റബിൾ ആയിരുന്നു ബ്രോന്? പടം റിലേറ്റബിൾ അല്ലെങ്കിൽ അതിലെ സീൻസ് കണ്ടപ്പോൾ ഇൻസ്പയറിംഗ് ആയിരുന്നു, റിലേറ്റബിൾ ആയിരുന്നില്ല മാൻ. എഴുതുമ്പോൾ ആരെ ഓർത്തിട്ടായിരിക്കും എഴുതുക, അല്ലെങ്കിൽ എഴുത്തിന്റെ ഇൻസ്പിറേഷൻ എവിടെ നിന്ന് കിട്ടണം പാട്ട് എഴുതാനുള്ള? ഒരു പാട്ട് എഴുതാൻ, പുതിയൊരു പാട്ട് എഴുതാന്ന് വിചാരിച്ചോ ബ്രോ? അപ്പോൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? ഞാൻ ആക്ച്വലി ഇത് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് എഴുതണം, എനിക്കിത് ക്രാക്ക് ചെയ്യണം ഈ കൂടെ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഹിറ്റ് സോങ്സ് ചെയ്താലോ മാൻ. പക്ഷേ ഐ സീരിയസ്ലി ഡോണ്ട് നോ, ഇറ്റ്സ് ഓൾ ഗോഡ് മാൻ, ഇറ്റ്സ് ഓൾ ഗോഡ്. എനിക്കറിയില്ല, ഐ എം ജസ്റ്റ് ചാനലിങ്.
ലൈക്ക് ഐ സിറ്റ് ഡൗൺ, ഓക്കെ സാധനം എഴുതാം, കിട്ടൂല. അപ്പോൾ റാൻഡമായിട്ട് വലിയെടുത്ത് മരിപ്പിലേക്ക് നിൽക്കുമ്പോഴേക്കും ഒരു പാട്ടൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് റാൻഡം മാൻ. ആൻഡ് ഐ ബിലീവ് ലൈക്ക് എനിക്ക് വായനശീലമില്ല. അപ്പോൾ അതിൻ്റെ തന്നെ മൈ വൊക്കാബുലറി ഈസ് വീക്ക് ആൻഡ് എഴുത്ത് ശീലമില്ല. ഫുള്ളി ഫ്രീ സ്റ്റൈൽ ടൈപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഫ്രീ സ്റ്റൈൽ ചെയ്ത് ആദ്യം ഒരു ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാകും, അറേഞ്ച് ആൻഡ് ദെൻ ഐ റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത വിഷൻ ഉണ്ടോ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ AJ Mega Man എന്നുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ? Yeah, man. I mean, yes, obviously, AJ Mega Man is like, I want at some point, man, we are like, me personally, it's like a byproduct of so many greatest artists that ever stepped to this game. So, അവരെ കണ്ടാണല്ലോ വന്നത്. അപ്പോൾ at some point, I want to inspire a kid, man. I want some kid at some point of my life, like, look at like, oh, that guy. I look up to that guy because we are like byproducts of so many greatest who do it greater than us before us. So ഇൻസ്പയർ ചെയ്യണം. I want to inspire a generation, and I want to make music that heal people. Maybe I don't know. കേൾക്കുന്ന പാട്ട് കേൾക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ കിട്ടട്ടെ. Yeah. Thank you so much, man. ഇൻസ്പയറിംഗ് ആണ്, ഇൻസ്പയറിംഗിലേക്ക് എത്തട്ടെ. ബ്രോയിന് ഇറക്കാമെന്ന അധികം പാട്ടായിക്കോട്ടെ, എല്ലാം സൂപ്പർ ഹിറ്റ് ആയി മാറട്ടെ. Thank you so much, man. ഒന്നുകൂടെ നമുക്ക് അടുത്ത ഹിറ്റ് ട്രാക്കിനായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. Yep, പറ്റട്ടെ. And I love this ambience, man. Cool interview. Thank you. ടൺ കണക്കിന് Fun, yeah. Okay.